ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെനു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മീനൂസ് മെനുവിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. വെജിറ്റബിൾ പക്കോരയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പക്കോരയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പക്കോര എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്നും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ വൈറ്റ് ഓനിയനാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഓനിയൻ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പൊട്ടാറ്റോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കുത്തി അരിഞ്ഞെടുക്കാം. പക്കോര ഉണ്ടാക്കാൻ ഗ്രേറ്റ് ചെയ്തിട്ട് പൊട്ടാറ്റോ ആണ് ഞാൻ ഒന്നുകൂടി പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കോളിഫ്ലവർ, അതായത് ഒരു വലിയ കോളിഫ്ലവറിൻ്റെ ചെറിയൊരു പോർഷൻ 4ൽ 1 ഭാഗം കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കം, ഒരു അര ക്യാപ്സിക്കം ചെറുതായിട്ട് കനം കുറച്ച് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ചേർക്കാം. അതുപോലെ ഒരു ഇഞ്ചിയുടെ ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ്. അപ്പം ഞാൻ നമ്മുടെ കിച്ചണിൽ തന്നെ വളർത്തിയെടുത്ത മല്ലിച്ചെടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇലയൊന്ന് പറിച്ചിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 3 ഒരുവിധം മൂത്ത മല്ലിത്തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ആവശ്യത്തിന് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ 100 ഗ്രാം കടലമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ വീതം ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അതുപോലെ ഞാനിവിടെ ഈ വെജിറ്റബിൾ പക്കോര തയ്യാറാക്കുമ്പം ഞാൻ ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. മറിച്ച് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസിൽ നിന്ന് ഉള്ള ആ ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ ആ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പം യൂഷ്വലി നമ്മൾ കാണുന്നത് ഈ വെജിറ്റബിൾ പക്കോരയൊക്കെ തയ്യാറാക്കുമ്പം അവരാദ്യമേ ഈ കടലമാവ് കൊണ്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ വെജിറ്റബിൾസൊക്കെ ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം ഇതിൽ എന്താ പറയുക, മാവിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി തള്ളി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ബാറ്റർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എടുത്ത ആ വെജിറ്റബിൾസിൻ്റെ മിക്സിലോട്ട് ആവശ്യത്തിന് കടലമാവ് ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, പ്രോപ്പറായിട്ട് എല്ലായിടത്തോട്ടും മിക്സ്, അതായത് എല്ലാ വെജിറ്റബിൾസിലും മിക്സ് ആ ബാറ്ററും ഇതെല്ലാം മാവും ഇതെല്ലാം പ്രോപ്പറായിട്ട് പിടിക്കുകയും ചെയ്യും. ആ മാവിൻ്റെ ടേസ്റ്റ് ഒട്ടും തള്ളി നിൽക്കത്തുമില്ല. അപ്പം ഈ കടലമാവെല്ലാം കുറേശ്ശെ വീതം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വെജിറ്റബിൾ പക്കോരയുടെ മിക്സ് അല്ലെങ്കിൽ ബാറ്റർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ആ വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം യൂസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓയിലിലൊന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇവിടെ എണ്ണ ഇവിടെ കറക്റ്റായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതിലോട്ടൊരു ചെറിയ കഷ്ണം സബോള ഒന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സബോള ഇട്ട് കൊടുക്കുമ്പം അത് നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് മുകളിലോട്ട് പൊങ്ങി വരുവാണ്, അതായത് കളറൊന്നും മാറാതെ മുകളിലോട്ട് പൊങ്ങി വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എണ്ണ കറക്റ്റായിട്ട് ചൂടായി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പക്കോരയുടെ ബാറ്റർ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് ആ ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് കൈ കൊണ്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് ഇത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അപ്പോൾ നമ്മൾ ഇടുമ്പം സൂക്ഷിച്ച് കയ്യിലോട്ട് എണ്ണ തെറിക്കാതെ സൂക്ഷിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ നമ്മൾ വൺസ് പക്കോട ബാറ്റർ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ മറക്കല്ല്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്ക്ഡായി കിട്ടാനുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ അതിൻ്റെ അകം ഒട്ടും വേവാതെ ഇരിക്കും. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വേവിച്ചിട്ട് നമുക്ക് വറുത്ത് കോരാം. നമ്മുടെ പക്കോട ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞ് അകമെല്ലാം നല്ല വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അടുത്ത ബാച്ചും നമുക്ക് അതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. അപ്പം കൈകൊണ്ട് നിങ്ങൾക്കിടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ യൂസ് ചെയ്തും നമുക്കിത് എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സ്പൂണിൽ കുറച്ച് പോർഷൻ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പം ഈ ഒരു ബാച്ചും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ അപ്പുറം ഇപ്പുറം എല്ലാം മറിച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ച് വെജിറ്റബിൾ പക്കോടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ മീനൂസ് മെനുവിലെ ഈ വെജിറ്റബിൾ പക്കോട റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കെല്ലാം ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമുക്കൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പുതിന ചട്നിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഞാൻ ഇതിൽ കാണിച്ച പോലെ തന്നെ ചെയ്ത് നോക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഐ ഹോപ്പ് യു all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's Menu.